ഹലോ, നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ. 2 ദിവസമായി മഴ ഒരു കുറവുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ആദ്യം നല്ല മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും എങ്ങോട്ടാ കൂച്ചും കെട്ടി പോകുന്ന വെച്ചാൽ അവൻ ഇന്ന് പാട്ട് ക്ലാസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പാട്ട് ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ അച്ഛന് ഇത്ര സന്തോഷം എന്താണെന്ന് വെച്ചാൽ പോകുന്ന പോക്കിൽ ഐസ്ക്രീം കഴിക്കാന്നുള്ളതാണേ. മഴ കുറഞ്ഞിട്ടുണ്ടാവണേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അയ്യോ, പുറത്തെത്തുമ്പോഴത്തേക്ക് നല്ല മഴയുണ്ട് അത്രേ. എല്ലാ ദിവസവും ഏട്ടൻ കൊണ്ടുവിടാനും അതുപോലെ തന്നെ കൊണ്ടുപോകാനൊക്കെ വരാറുണ്ട്. ഇന്ന് ഏട്ടൻ നമ്മളെ കൊണ്ടുവിട്ടിട്ട് എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് ഇനിയിപ്പോൾ സ്റ്റേഷൻ വരെ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാട്ടോ വീട്ടിൽ പോകേണ്ടത്. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇങ്ങനെ സ്റ്റാളുകളൊക്കെ റോഡ് സൈഡിൽ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് വെച്ചാൽ ഒരു സൗത്ത് ഇന്ത്യൻ സ്നാക്സൊക്കെ കിട്ടുന്ന കടയാണിത്. ഇവിടെ ഉഴുന്നുവട, പരിപ്പ് വട, അതുപോലെ തന്നെ അപ്പം, അതൊക്കെ കിട്ടുമേ. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ടെമ്പിളിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി എന്ത് മഴയാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫുൾ ടൈം ആക്റ്റീവ് ആണ് കേട്ടോ. രാത്രിയും പകലൊന്നും ഇവർക്കൊരു വിഷയമല്ല. അങ്ങനെ അച്ഛമ്മൻ ഇവിടുന്ന് ഒരു അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മഴയും അതുപോലെ തന്നെ ഈ ചൂടപ്പം കഴിക്കാന്നുള്ളത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അവനൊരു സാധാ അപ്പവും ചട്നിയാണ് വാങ്ങിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം അമ്മ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിനെ. ഞാൻ എന്നിട്ട് അത് ഈ ഒരു മഴ സമയത്ത് ആ ചൂടപ്പവും ചട്നിയും ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഒരു 2 അപ്പം വാങ്ങിയിട്ട് കഴിച്ചു അവിടുന്ന്. ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും അച്ഛനും മ്യൂസിക് ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഏട്ടൻ നമ്മളെ കൊണ്ടുവിടും മ്യൂസിക് ക്ലാസ്സിന്. എന്നിട്ട് ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിന് പോയിട്ട് അച്ഛൻ്റെ ക്ലാസ് കഴിയാനാകുമ്പോഴത്തേക്ക് നമ്മളെ കൂട്ടാൻ വരുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ചായയും കോഫിയും ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോവാറ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇതാ നടന്ന് മാർക്കറ്റിൻ്റെ അവിടെ എത്തിയേ. എന്ത് മഴയാന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റൊക്കെ ഫുൾ ടൈം സജീവമാണ്. അതിലൂടെ നടക്കുമ്പോൾ നമുക്കും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഒരു മടുപ്പോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നൂല. ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. ശിവാജി മഹാരാജയുടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താണ്ടില്ലേ, ആൾക്കാരൊക്കെ സാധനം വാങ്ങാൻ വന്നവരുണ്ട്, ജോലി കഴിഞ്ഞ് വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരും പല ടൈപ്പ് ജീവിതങ്ങളും വന്നിട്ട് ആ മാർക്കറ്റിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങൾ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നടന്ന് നമ്മളിവിടെ ഐസ്ക്രീമിൻ്റെ അടുത്ത് എത്തി. സോഫ്റ്റ് ഐസ്ക്രീമാണ്. ഒരു ഐസ്ക്രീമിന് 20 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. വാനില ഐസ്ക്രീമും കിട്ടും, പിന്നെ വാനിലയും ചോക്ലേറ്റും മിക്സും കിട്ടും. അവിടെ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ നോക്കി ഞാൻ കുറച്ച് സമയം നിന്നു. ഓരോ ടൈപ്പ് ആൾക്കാർ, ഓരോ സ്വഭാവം. ചിലരൊക്കെ ബാർഗെയിൻ ചെയ്യുന്നു, ചിലരൊക്കെ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങുന്നു. ഇതൊക്കെ രസം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.